ചോദിക്കാം, ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ പഠനം. ആരാധകരെ കണ്ട നീ മറ്റേ ടിവിയില് നസറിയ പരിപാടി ചെയ്യുമ്പോ ജനിച്ചിട്ടില്ലായിരിക്കും അല്ലേ? ടിവിയിലൊക്കെ അവതാരികയായിരുന്നു പണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അതിലെന്താ ഞാൻ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. നല്ല പ്രായമുണ്ട്, ഫുൾ ഡൈയാ. ചെറുതായി വരുമോ ബേസിലേക്ക്? ഇങ്ങനെ ചെറുതായി പോവല്ലേ? എല്ലാരും വാത്സല്യത്തോടെ കുഞ്ഞു ബേബിന്ന് വിളിക്കും. അതുകൊണ്ട് ശരിക്കും എനിക്ക് കുഞ്ഞിന്റെ മനസ്സാ. നമ്മളൊരു പേരൊന്നുമല്ല ഇതിന്റെ അർത്ഥം. പേരല്ലേ? ഇല്ലേ, ഞാൻ ഇവനൊക്കെ എന്റെ പേരായിട്ട് നല്ല മാച്ചിങ് ആണ്. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? ഇപ്പൊ നമ്മൾ കുറച്ച് നാള് ഫിലിമിൽ സജീവ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ലവ് ഉണ്ടല്ലോ, കുറച്ച് കുറയുമല്ലോ. അതുകൊണ്ട് ഇവൻ മാസം മാസം പടം ചെയ്യുന്നത്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ച ഓരോ ബേസിൽ പടം. മന്ത്ലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ മാറ്റി മന്ത്ലി സ്റ്റാർ. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. 4 വർഷം കൂടുമ്പോ പറയുന്നതാണ് ഒളിമ്പിക് സ്റ്റാർ. ഞാൻ ഇഷ്ടം വന്നാലും ഒരു മാറ്റം ഇല്ലല്ലോ. നസ്രിയ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും ശരി, എല്ലാ പടത്തിലും ഒരേപോലെയാ. ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞുനാള് മുതലേ കാണുന്ന ഒരാളാണ്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള മൂടി. അവരങ്ങനെ എഴുതുവേ. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവുന്നു കേട്ടിട്ടേ ഉള്ളൂ. പാമ്പ് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ബേസിലേട്ട് നസ്രിയ ചേച്ചിയായിട്ട് ആൻസർ പറയണം. യു ആർ നസ്രിയ ആൻഡ് നസ്രിയ ചേച്ചി ബേസിലാണ്. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ ഒരു നടി ആയിട്ടാണോ അതൊരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? ചോദിക്കേ. പ്രൊഡ്യൂസർ. എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എടാ വേല വയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാതില്ല. എന്റെ മോഹത്തിന് ഭാവമായിട്ടൊന്നുമില്ലല്ലോ. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? ആരാ?